ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ ഉപരോധം ഏർപ്പെടുത്തിയതോടെ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾ വീണ്ടും അനിശ്ചിതത്വത്തിലായി. കരാറുണ്ടാക്കാൻ ഇറാന് താൽപ്പര്യമുണ്ടെന്നും ചിലർ ബന്ധപ്പെട്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ഹോർമൂസ് ഉപരോധിക്കാനുള്ള അമേരിക്കൻ തീരുമാനം ആഗോള സമ്പദ് വ്യവസ്ഥയോടുള്ള വെല്ലുവിളി എന്നാണ് ഇറാൻ പ്രതികരിച്ചത്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി മധു കൊട്ടാരക്കര തത്സമയം ചെയ്തു. മധു, ഗുഡ് മോർണിംഗ്. എൻ്റെ കടലിടുക്ക് എന്താ നമ്മളിപ്പോൾ ചെയ്യുക? മധു പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ വെടിനിർത്തലിന് ശേഷം രണ്ടാം റൗണ്ട് ചർച്ചകൾക്കായിട്ട് ഇരു രാജ്യങ്ങളും, അതായത് അമേരിക്കയും ഇറാനും സമ്മതിച്ചതായിട്ട് ചില വാർത്തകൾ വരുന്നുണ്ട്. ഇതിനായിട്ട് മധ്യസ്ഥ ശ്രമിച്ച രാജ്യങ്ങൾക്ക് ഇരുവരും രണ്ടാം വട്ട ചർച്ചകളാകാമെന്ന് വാക്കുകൊടുത്തിരിക്കുകയാണ്. പക്ഷേ വൈറ്റ് ഹൗസ് ഇതിനോട് ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല. അസോസിയേറ്റഡ് പ്രസ്സാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം ഈ പാകിസ്ഥാനിൽ പരാജയപ്പെട്ട ചർച്ചകളെ പറ്റിയുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണം 5 വർഷത്തേക്ക് നിർത്തിവെക്കാമെന്ന് ഇറാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും അത് കുറഞ്ഞത് 20 വർഷമെങ്കിലും വേണമെന്ന് അമേരിക്കൻ സംഘം, അതായത് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള ടീം നിർബന്ധിച്ചു. ഇതാണ് ചർച്ചകൾ പ്രധാനമായിട്ടും പരാജയപ്പെടുവാനുള്ള കാരണമായിട്ട് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ പക്കൽ വലിയ തോതിലുണ്ട്. അത് രാജ്യത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന് അമേരിക്ക ഇറാനോട് ആവശ്യപ്പെട്ടു. എന്നാൽ യുറേനിയം ഇറാന്റെ ഉള്ളിൽ തന്നെ നിലനിർത്തണമെന്നുള്ള ഒരു നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ ആണവായുധ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിന്റെ തീവ്രത, അതായത് ഡൈലൂട്ട് ചെയ്യാമെന്നൊരു വാഗ്ദാനം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അമേരിക്കൻ സംഘത്തിന് അത് താല്പര്യമില്ലായിരുന്നു. അതേസമയം ഈ ചർച്ചകൾ പരാജയപ്പെടാൻ കാരണം പാകിസ്ഥാനിലെ ഈ ഇറാനിയൻ പ്രതിനിധി സംഘത്തിന് സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ഒരിക്കലും പറ്റിയിരുന്നില്ല. ഓരോ കാര്യത്തിലും അവർക്ക് തെഹ്റാനിലെ പരമോന്നത നേതാക്കളുടെ അനുമതി തേടേണ്ടി വന്നു. അതുകൊണ്ടാണ് 21 മണിക്കൂറോളം ഇത് നീണ്ടുപോയതെന്ന് JD വാൻസ് ഇന്ന് ഫോക്സ് ന്യൂസിനോട് സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി. അതേസമയം ഈ ഇറാന്റെ ഭാഗത്തുനിന്ന് ചില ശരിയായ ആളുകൾ തന്നെ ബന്ധപ്പെട്ടുവെന്നും ഒരു കരാറിലെത്താൻ അവർക്ക് താല്പര്യമുണ്ടെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാവിലെ ഓവൽ ഓഫീസിന്റെ പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു. എന്നാൽ അവർ ചോദിച്ചതിന് കൃത്യമായിട്ട് ട്രംപ് ഉത്തരം പറഞ്ഞില്ല. അതായത് ഈ വിളിച്ചത് ആരാണെന്ന് പറയുവാൻ ട്രംപ് ഉദ്ദേശിച്ചിരുന്നില്ല. അതേസമയം ഈ അമേരിക്കൻ ഉപരോധത്തിനെതിരെ വളരെ രൂക്ഷമായ പരിഹാസവുമായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായി വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയോടുള്ള അമേരിക്കയുടെ പ്രതികാരം എന്നാണ് ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത്. മാത്രമല്ല അദ്ദേഹം ഒരു പഴഞ്ചൊല്ലും കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്: മുഖം നന്നാക്കുവാൻ മൂക്ക് മുറിക്കുന്നത് എപ്പോഴെങ്കിലും ഗുണകരമാകുമോ എന്ന് അമേരിക്ക ആലോചിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം ഈ സൈനിക നീക്കങ്ങൾക്ക് സഹായം നൽകിയതിന് ഗൾഫ് രാജ്യങ്ങളുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ് ഇറാൻ, സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റിൻ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇറാൻ ഉണ്ടായ നഷ്ടപരിഹാരം നൽകണമെന്ന് ഇന്ന് ഐക്യരാഷ്ട്രസഭയിൽ അവർ ആവശ്യപ്പെട്ടു. ഈ രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുവെന്നും നാശനഷ്ടങ്ങൾക്ക് ഉത്തരവാദികളാണെന്നും ഇറാന്റെ പ്രതിനിധി അമീർ സയ്യിദ് ഇർവാനിയാണ് ഐക്യരാഷ്ട്രസഭയിൽ ആരോപിച്ചത്. അതേസമയം ഈ അമേരിക്ക ഉപരോധം ആരംഭിച്ചതിന് പിന്നാലെ ചൈന അവരുടെ വ്യാപാര കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് കർശന മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകിയിരിക്കുകയാണ്. ഇറാനുമായിട്ട് അവർക്ക് ദീർഘനാളത്തെ ഊർജ അതുപോലെ തന്നെ വ്യാപാര കരാറുകളുണ്ട്. അതിലൊന്നും ഇടപെടുവാൻ വേറൊരു രാജ്യത്തെ അനുവദിക്കില്ലെന്ന് അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ഡോങ് ചൂനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല ചൈനയ്ക്ക് ആവശ്യമുള്ള എണ്ണയുടെ ഏതാണ്ട് 40% LNGയും അതുപോലെ തന്നെ അവരുടെ 30% എണ്ണയും ഒക്കെ കടന്നു പോകുന്നത് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. അതുകൊണ്ട് അവരുടെ സമ്പദ് വ്യവസ്ഥയെ ഇത് വലിയ തോതിൽ ബാധിക്കും. എന്നാൽ അതേസമയം ഈ ഗതാഗതം തടയുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഇന്ന് ഐക്യരാഷ്ട്ര സഭയിൽ വ്യക്തമാക്കുകയുണ്ടായി. ഒരു കാര്യം, അതായത് അതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് തീരെ സുഖമില്ല എന്ന രീതിയിൽ വാർത്തകൾ ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. അദ്ദേഹത്തിന് ഗുരുതരമായ എന്തോ അസുഖം ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ സ്പെക്കുലേഷൻസ് ആണോ? അമേരിക്കയിൽ ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നുണ്ടോ? അമേരിക്കൻ പ്രസിഡന്റ് കമാൻഡർ ഇൻ ചീഫാണ്, സൈന്യത്തിന്റെ സർവാധിപനാണ്. അതുകൊണ്ട് വൈറ്റ് ഹൗസിനോട് ചേർന്ന് തന്നെയാണ് മിലിറ്ററിയുടെ ഹോസ്പിറ്റലും അവിടെ തന്നെ ഒരു താൽക്കാലിക വൈറ്റ് ഹൗസും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് പ്രേക്ഷകരുടെ അറിവിലേക്കാണ് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് സൈന്യമാണ് യാത്രയും അതുപോലെ ആരോഗ്യം നോക്കുന്നത്. ഇത് സംബന്ധിച്ച് അമേരിക്കൻ മാധ്യമങ്ങളിൽ ഇതുവരെയും ഒരു വാർത്തയോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ഊഹാപോഹങ്ങളോ അല്പനിമിഷം മുമ്പ് വരെ പരിശോധിക്കുമ്പോൾ വന്നിട്ടില്ല. ചന്ദ്രൻ ചെറിയിൽ പറയുന്നു, മധു കൊട്ടാരക്കര രാവിലെ വരും, പ്രതീക്ഷ കൊടുക്കും, വൈകുന്നേരം നിരാശപ്പെടുത്തും. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. പ്രതികരണമില്ലെങ്കിൽ നമുക്ക് ഈ ചെറിയ സംവാദം അവസാനിപ്പിക്കാം.
മധു കൊട്ടാരക്കരയ്ക്ക് ഉള്ള കാര്യങ്ങളല്ലേ പറയാൻ പറ്റൂ. പ്രഭാതത്തിൽ വന്നിരുന്ന അപകടങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മളെ ടെൻഷൻ ആക്കേണ്ടെന്ന് കരുതിയാണ്. വൈകുന്നേരം പ്രശ്നം യഥാർത്ഥ കാര്യങ്ങൾ പുറത്തു വരും എന്നേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.